ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഞാൻ മാങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ. ഇതാണ് ഞങ്ങളുടെ മാവ്. മല്ലികയാണിത്. ഒരു 10 വർഷമായി വെച്ചിട്ട്. നമുക്കൊരു 3-4 വർഷം മുന്നേ കഴിക്കാൻ തുടങ്ങിയ മാവ. അത് 3 വർഷം മുന്നേ നിറയെ മാങ്ങയുണ്ടായി. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഒരു 10 ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഉണ്ടാവുമ്പോൾ നല്ല വലുതായിട്ട് കിട്ടും. നല്ല മധുരമാണ്. ഇതാണ് മല്ലിക. ഇതാണ് നമ്മളുടെ മല്ലിക, പഴുത്ത് കിട്ടിയ നമ്മളുടെ ഈ വർഷത്തെ ഫസ്റ്റ് മാങ്ങ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാല്, 2 ടീസ്പൂൺ നമ്മൾ കസ്റ്റേർഡ് പൗഡർ, അത് പൈനാപ്പിൾ ഫ്ലേവറാണത്. പിന്നെ 1 ടീസ്പൂൺ ജലാറ്റിൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പം ലൂസായി പോയാലോ എന്നുള്ള ഇതിലാണ്. ഞാൻ മുന്നേ ഉണ്ടാക്കിയപ്പം ജലാറ്റിൻ ഉപയോഗിച്ചിരുന്നു. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചൈന ഗ്രാസ് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഒരു 4 ടീസ്പൂൺ ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. കുറച്ച് ഫസ്റ്റ് മാങ്ങ കൊണ്ട് കുറച്ച് കഴിക്കാൻ വിചാരിച്ചു. ഇനി നമുക്കിത് പാലും പഞ്ചസാരയും കൂട്ടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. 1 കപ്പ് പാലേ ഞാൻ ഇതിലേക്ക് എടുക്കണുള്ളൂ. ഓക്കെ, പഞ്ചസാരയും കൂടി അടിച്ചതും മിക്സിയുടെ ജാറിലുള്ളത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ജലാറ്റിൻ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. നേരത്തെ 2 സ്പൂണ് പഞ്ചസാര ഇട്ടത്, അപ്പോൾ വീണ്ടും 2 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വാനില എസൻസ് അല്പം ഞാൻ ഒഴിക്കുന്നുണ്ട്. അല്പം വേണ്ട. ഞാൻ അല്പം ബട്ടർ ഇതിലൊന്ന് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട്. ചട്ടിയിൽ ഞാൻ അല്പം ബട്ടർ ആക്കി കൊടുത്തതാണ്. നമുക്കിതിലേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മറ്റേ മിക്സ്ചർ ഒഴിക്കാം. മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം, ചൂടോടെ അടച്ചു വെക്കണ്ട, ഒന്ന് തണുത്തതിന് ശേഷം അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, താഴെത്തട്ടിൽ തന്നെ വെച്ചാൽ മതി. ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അല്പം ബദാം നമ്മൾ നുറുക്കിയത് അതുകൂടി ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എയർ ബബിൾ പോകാനൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ, ചൂടോടെ തന്നെ. ഇപ്പൊ തണുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മൂടാം. നമുക്കതിൻ്റെ മേലെ ഈ മൂടിയും വെച്ച് കൊടുക്കാം.
നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇതിൽ എടുത്ത് വെക്കാം, ഫ്രീസറിൽ വെക്കണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതിങ്ങനെ കമത്താം. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷമായി എനിക്ക്. ചിലപ്പോൾ ശരിയാവാറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.